കാഞ്ഞങ്ങാട് മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷൈജി ഒറ്റപ്പള്ളി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. ആദ്യ സ്വീകരണ കേന്ദ്രമായ മൂലക്കണ്ടം ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കാഞ്ഞങ്ങാട് മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ഷൈജി ഒറ്റപ്പള്ളി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച പര്യടനം നടത്തി. മണ്ഡലത്തിലെ വികസന മുരടിപ്പുകളും സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണവും എടുത്തു പറഞ്ഞായിരുന്നു പ്രചരണം. ഈ അടുത്തനാൾ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒരു വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ സൂചിക കേരളത്തിലെ ജനങ്ങൾ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരുന്നു കേരളമാകെ യു.ഡി.എഫിന് അനുകൂലമായി മാറിയത്. അത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ഇത്തരണത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലും നമുക്കറിയാം, കേരളത്തിൽ ആകമാനം യു.ഡി.എഫ് തരംഗം ആഞ്ഞു വീശിയപ്പോ ചില മേഖലകളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നമ്മുടെ പെട്ടിയിൽ വീണു. അത് നമുക്ക് മാനിക്കണം. എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ഇടത് സഹയാത്രികരായിട്ടുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ ഇത്തരണത്തിൽ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യുവാൻ അവർ സ്വീകരിച്ചത് യു.ഡി.എഫിന് വോട്ട് ചെയ്യുക എന്നുള്ള നയമാണ്. ആദ്യ സ്വീകരണ കേന്ദ്രമായ അജാനൂർ പഞ്ചായത്തിലെ മൂലക്കണ്ടം ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ പോലും മോദി ചെയ്യുന്നത് തെറ്റ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ചിട്ടുണ്ട്. അത്രമാത്രം വൃത്തികെട്ട രീതിയിലുള്ള ഒരു അടിമത്ത പണിയാണ് നമ്മുടെ മുഖ്യമന്ത്രി നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഈ സംസ്ഥാനം അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. ധാർമ്മികമായ മൂല്യങ്ങളില്ല. ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന പലയിടങ്ങളിൽ. എവിടെ ചെന്നാലും ആരോപണങ്ങളും അക്രമങ്ങളും കത്തിക്കുത്തുകളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കൊണ്ട് കേരളം ആകെ മുഖരിതമായിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള അധപ്പതനം, ധാർമ്മികമായ അധപ്പതനം ഈ സംസ്ഥാനത്ത് നടമാടി എന്നുള്ളതാണ് വസ്തുത. മുബാറക്ക് ഹസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു. മുനീർ ഹാജി, സി മുഹമ്മദ് കുഞ്ഞി, ബഷീർ വെള്ളിക്കോത്ത്, എം.പി. ജാഫർ, പി.വി. സുരേഷ്, സതീശൻ പരക്കാട്ടിൽ, ബി.പി. പ്രദീപ് കുമാർ, വി. ഗോപി, ജെറ്റോ ജോസഫ്, ഷിജോ അമ്പാട്ട്, സി.വി. ഭാവനൻ, രാധാകൃഷ്ണൻ കാനത്തൂർ, ദിനേശൻ മൂലക്കണ്ടം, ഗദ്ദാഫി, എം. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാധാകൃഷ്ണൻ കാട്ടുകുളങ്ങര സ്വാഗതം പറഞ്ഞു. തുടർന്ന് കിഴക്കുംകര, വെള്ളിക്കോത്ത്, തണ്ണോട്ട്, മുക്കൂട്, ചാമുട്ടിക്കുന്ന്, സൗത്ത് ചിത്താരി, മടിയൻ ജംഗ്ഷൻ, മാണിക്കോത്ത് ജംഗ്ഷൻ, അതിഞ്ഞാൽ, തെക്കേപ്പുറം, ഇക്ബാൽ ജംഗ്ഷൻ, അജാനൂർ കടപ്പുറം, കൊത്തിക്കാൽ, കൊളവയൽ, മുട്ടുന്തല എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം കല്ലിങ്കാലിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.